ലൗകികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാരന്റെ അധർമ്മ ശൈലിയിൽ അഹ്ലുസുന്നയുടെ ആശയാദർശക്കോട്ടക്കെതിരെ വർഗീയവാദത്തിന്റെ വിഷം ചീറ്റിയവരുടെ കപട തന്ത്രങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആദർശബോധവുമായി മലയാള മണ്ണിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യരായ കേന്ദ്ര മുശാവറ മെമ്പർ ശൈഖുന എം.വി. ഇസ്മായിൽ മുസ്ലിയാർ അവറുകൾ പ്രൗഢ മനോഹരമായ വേദിക്ക് അനുഗ്രഹ പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്നു. വളരെ ആദരവുകളോടുകൂടി അഭിനന്ദരായ ഉസ്താദുകളെ ക്ഷണിക്കുന്നു. അവരുടേതായ പ്രവർത്തനങ്ങൾ, ആ സമസ്ത കേരളയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതിൽ ഒതുങ്ങി നിൽക്കുന്ന അതായ പ്രവർത്തനമാണ്. അത് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ, പിന്നെ മലപ്പുറത്ത് രണ്ട് സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഭാഗത്ത് പൊന്നാനി ഭാഗത്ത് നടക്കുന്നുണ്ട്. ഉസ്താദൊക്കെ പങ്കെടുക്കും ഇൻഷാ അല്ലാഹ്. അത് 6 പൊന്നാനി മേഖലയാണ്. അത് 6-ാം തീയതി ഉസ്താദുണ്ട്. തങ്ങൾ ജിഫരി തങ്ങൾ നമ്മുടെ പ്രസിഡൻറ്റ് അവരും വരാൻ ഏറ്റിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥമായിരിക്കുന്ന ഇസ്ലാമിയത്തിന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അതിനെ കളങ്കം വരുത്തുന്ന കൂട്ടക്കാര പ്രവർത്തനവും ആ വെടക്കായ വികൃതമായിരിക്കുന്ന പ്രവർത്തനത്തെ ജനങ്ങൾക്ക് കാണിച്ച് അതിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്തുക. ഇതിനാണല്ലോ സമസ്ത കേരളം ഉണ്ടായത്. ഇനി ആ മഹത്തുക്കളാകുന്ന സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അന്നത്തെ ഉമറാക്കൾ, അവരെല്ലാം കൂടി സംഘടിപ്പിച്ച് ഉണ്ടാക്കിയത് എന്തിനാ? യഥാർത്ഥമായ ഇസ്ലാമിയത്തിന് നമ്മുടെ നാട്ടിൽ നിലനിർത്തണം, നമ്മുടേതായിരിക്കുന്ന ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കണം. അതിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനത്തിനെ പരിചയപ്പെടുത്തി അവരുടേതായിരിക്കുന്ന ഒലാലിയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ്, അത് എത്തിക്കലാണ് ഈ അവർ നമ്മൾക്ക് കാണിച്ചത്. അത് നമ്മളെ ഏൽപ്പിച്ചിക്കപ്പോൾ അവരിങ്ങനെ കാലമല്ല, ഓരോരുത്തർ പോയി ഇങ്ങനെ പോകുന്നു. അത് പിക്കാമുള്ളാകുന്ന കൂട്ടക്കാർ ഇന്ന് ജിഫരി മുത്തുക്കോത്തങ്ങൾ, ആലിക്കുണ്ടിയാൽ, MT അവരെല്ലാം ഉസ്താദുള്ളതാക്കുന്ന ഉസ്താദന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതവർ ചെയ്യണം, അത് ചെയ്യും വേണം. അതിനു വേണ്ടി നമ്മളെല്ലാവരും അവരെ സഹായിക്കുക. നമ്മുടെ സമസ്ത അത് നമ്മൾക്കുള്ളതായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ദീനീ സംഘടന അത് തന്നെയാണ്, വേറൊന്നുമല്ല. പിന്നെ ഏത് കാലത്തും ഹക്കിനെ എതിർക്കുന്നവരുണ്ടാകും, അത് ഉറപ്പാണല്ലോ. അമ്പിയാ മുർസലീങ്ങൾ ഇവിടെ നടന്നു, ആദം മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും. അവിടെയെല്ലാം അവരെല്ലാം എത്ര സ്ഥലത്ത് എതിർപ്പുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് അവരെ ദീനീ പ്രവർത്തനം സമ്മതിക്കാൻ നടത്താതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടിയിരുന്നു. അപ്പോൾ ഇത് പിന്നെ പോയാലും പിന്നീട് വരുന്ന കൂട്ടക്കാർക്ക് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ കൂടുതലും വരും. അങ്ങനെയാണ് ഇബ്ലീസിൻ്റെ പണി, അങ്ങനെയാണ്. ഞാൻ വിശദീകരിക്കാൻ പോകുന്നതെല്ലാം പോലെ പറയുകയാണെങ്കിൽ കുറേ നേരം പറയാനുണ്ടാവും. എനിക്ക് വലിയ പ്രാസങ്ങളൊന്നുമല്ല, ഇവിടെ കവിസാക്കുന്ന വാസയോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറയുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം. നമ്മൾ അങ്ങനെ മരിക്കും വേണം. വലാ തമുന്നു ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കണം. വല്ല വിദേഹത്തിൻ്റെ ആരോടെ മുസ്ലിമൊന്നും ആവില്ല. ഞാൻ വലിയ വിശദീകരണമൊന്നുമില്ല. അപ്പോൾ വിദേഹത്തിൻ്റെ അയലുകാരെ കടന്നുകയറ്റം സമസ്തനെ എതിർക്കുകയിൽ അവരെ പണിയാണല്ലോ. അതിന് പല വഴികൾ ഇബ്ലീസ് കാണിച്ചു കൊടുക്കും. അതിൽ കൂടെ അങ്ങനെ പല വഴി ഉണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഒരു കണക്ക് നിൽക്കുക. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ അത് സുന്നത്ത് ജമാഅത്തിന് ആവണം. മനസ്സ് പോലെ ഇഖ്ലാസോടുകൂടെ ഇഖ്ലാസോടെ പ്രവർത്തിക്കുമ്പോഴേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ഒരാൾക്ക് വേണ്ടി പറയണ്ട, ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കും വേണ്ട. ആരെങ്കിലും ശരി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട, ആർക്ക് വേണ്ടി പ്രവർത്തിക്കും വേണ്ട. സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥമായി അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണമെന്നതിലേക്ക് പ്രവർത്തിക്കുക. അത് അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അത് ഇതിന് മാത്രമല്ല, അങ്ങനെ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരാവട്ടെ, എല്ലാ വിഭാഗത്തും അങ്ങനെ തന്നെ. വിഭാഗത്തിൻ്റെ ഒക്കെ മുഖ് അഥവാ റൂഹ് അത് ഇഖ്ലാസാണ്.
അതില്ലെങ്കിൽ അതൊന്നും സ്വീകരിക്കില്ല. അതൊക്കെ തള്ളപ്പെട്ടാണ്, അതൊക്കെ ആപത്താവുന്നതുമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ അള്ളാഹുവിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിനെയും വാക്കുകളെയും പ്രവൃത്തിയൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തലാവണമെന്നുള്ളതൊക്കെ നിയത്തോടുകൂടെ നമ്മൾ ഒഴിച്ച് പ്രവർത്തിക്കുക. എന്തെങ്കിലും കാട്ടിക്കൊടുത്ത് കാട്ടിവിടണമെന്ന് ശ്രദ്ധിക്കുകയും വേണ്ട, അനുജാനം വേണ്ട. സാദാത്തിങ്ങളെ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്തും ബിഹിമാ കിതാബുല്ലാഹി വ ഇത്റതി. ഒന്ന് അള്ളാഹിൻ്റെ കിതാബ്, രണ്ടാമത് ഇത്റതി. എൻ്റെ കുടുംബം എന്നാ, കുടുംബത്തെ പിടിക്കണം. കുടുംബത്തിൽ നിന്ന് ആരും ആക്ഷേപിക്കേണ്ട, അത് വലിയ ആപത്താണ്. അള്ളാഹു കാത്തുസൂക്ഷിക്കുമാറാവട്ടെ.